ഫഹദ് ഫാസിലിന് എന്തോ രോഗം ഉണ്ടെന്ന് യൂട്യൂബിൽ കൂടിയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് സത്യമാണെങ്കിൽ അദ്ദേഹത്തിനെ ഒന്ന് സുഖമാക്കി കൊടുക്കണമെന്നുണ്ട്. എപ്പോഴും ശക്തി ഉണ്ടോ നമ്മുടെ ദേഹത്ത്? എൻ്റെ ശരീരത്തിൽ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു നിമിഷം പോലും എൻ്റെ ശരീരം വിട്ട് ആ ശക്തി മാറിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഭസ്മം ജപിച്ച് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് അത് മാറിയെങ്കിൽ അദ്ദേഹം അത് തുറന്നു പറയണം. ആര്? മോഹൻലാലായാലും ആരാ. അമ്മച്ചി അയ്യോ ഒത്തുപിടിച്ച മലയെമ്പോരും ഏലമ്പ അയ്യോ എൻ്റെ അമ്മോ. ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു യാത്രയാണ്. ആര്യ അംബിക ഭാസ്കരൻ. ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു കാഴ്ചയാണ്. ഇപ്പം നല്ലൊരു വനത്തിന് നടുവിലാണ് നിൽക്കുന്നത്. പാറക്കൂട്ടമുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുറ്റും പാമ്പുകളുടെ ഒരു ഘോഷയാത്രയാണ്. ഒറ്റ മിനിറ്റ് ആയി മാറട്ടെ. മൂർഖനുണ്ട്, നീർക്കോലിയുണ്ട്, സർപ്പമുണ്ട്, ചേരയുണ്ട് എന്ന് വേണ്ട സർവത്ര പാമ്പുകളുടെയും ഒരു കൊട്ടാരത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. കേട്ടോ, ഇവിടുന്ന് ആരുമില്ല, ഞാനും ഉണ്ട്, നമ്മുടെ ക്യാമറമാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ശരിക്കും പറഞ്ഞാൽ ഈ വനത്തിൽ ഒരു അമ്മ, ആര്യ അംബിക ഭാസ്കരൻ എന്ന് പറഞ്ഞൊരു അമ്മ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. വെപ്പും കുടിയൊന്നും ഇല്ലാതെ ഇങ്ങനെ ദൈവിക ചൈതന്യം പേറി നടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഭൂമിയിൽ എന്തൊക്കെ സംഭവം നടക്കുന്നുണ്ട്, ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എപ്പോൾ ആൾക്കാർ ചിരിക്കുന്നുണ്ട്, എപ്പോൾ ആൾക്കാർ പിന്നെ അപകടം സംഭവിക്കുന്നത് എന്നുണ്ടോ ആയിപ്പുണ്ട് കേട്ടോ, സോറി ക്ഷമിക്കുക. അപ്പോൾ ആൾക്കാർക്ക് എപ്പോഴാണ് അപകടം പറ്റുന്നത്, എപ്പോഴാണ് നല്ല കാര്യം സംഭവിക്കുന്നതൊക്കെ ഈ അമ്മ ഇവിടെ ഇരുന്നുകൊണ്ട് അറിയുന്നുണ്ട്. അറിയാമല്ലോ, നമുക്ക് എന്തൊക്കെ വേണം, പത്രം വേണം, TV വേണം, വെബ്സൈറ്റ് വേണം, ഇൻ്റർനെറ്റ് വേണം എന്ന് വേണ്ട സകല സാമാനം ഉണ്ടെങ്കിൽ നമ്മളിതൊക്കെ അറിയത്തുള്ളൂ. പക്ഷേ ഈ അമ്മയ്ക്ക് ഇതെല്ലാം അറിയാം. ആ അമ്മയാണ് എൻ്റെ മുമ്പിൽ ധ്യാനത്തിൽ ഇരിക്കുന്നത്. കേട്ടോ, നല്ല പാറയാണ്, വിശാലമായ പാറയാണ്. അതിൻ്റെ താഴ്വാരത്ത് ആര്യ അംബിക ഭാസ്കരൻ എന്ന് പറയുന്ന ആ ദൈവിക ചൈതന്യം പേറി അമ്മ ഇവിടെ ഇരിക്കുവാണ്. അമ്മേ, എന്തെങ്കിലും അറിയുന്നുണ്ടോ? ഭൂമിയിൽ നടക്കുന്നതല്ലോ, ഇവിടെ ഇരുന്നാൽ മതിയോ? ഇവിടെ ശരിക്കും പാമ്പുകളുടെയൊക്കെ ശല്യമില്ലേ? ശല്യമില്ല. ശല്യം എന്നാലും പാമ്പുകളൊക്കെ ഇല്ലേ? ഒരുപാട് ധാരാളം ഉണ്ട്. ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയൊന്നും ഇല്ലേ? പേടിയില്ല. എന്താ പേടിയില്ലാത്ത? എന്താ? ഒരു ജീവിയും മറ്റുള്ളവരെ ഉപദ്രവിക്കില്ല. മനുഷ്യൻ മാത്രമാണ് മനുഷ്യനെ ഉപദ്രവിക്കുന്നത്. സംസാരത്തിൽ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു വിനയമുണ്ട്, എളിമയുണ്ട്. അതാണ് എനിക്ക് ഈ അമ്മയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഈ ഭൂമിയിലെ കാര്യങ്ങളൊക്കെ അമ്മ അറിയുന്നുണ്ട്, നമ്മുടെ വരവിൻ്റെ ഉദ്ദേശം അറിയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയുന്നുണ്ട് അല്ലേ? അപ്പം നമ്മൾ പറയാൻ അറിയാൻ പറ്റുമോ? പറ്റും. ഒന്ന് ഉറക്കെ പറയുമോ അമ്മേ? സംസാരിച്ച് പറ്റും. അപ്പം പിന്നെ ഇപ്പോൾ ഒരാൾ അമ്മയെ കാണാൻ വേണ്ടി വരികയാണ്, അപ്പോൾ അവരുടെ വിഷയം എന്താണ് എല്ലാം കൃത്യം അറിയാൻ പറ്റുമോ? അപ്പോൾ എങ്ങനെ അറിയാൻ പറ്റും? നമ്മൾ ഏകാഗ്രതയോട് ധ്യാനിക്കുമ്പോൾ, ഒരാൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തരരുത്, അങ്ങോട്ട് പറഞ്ഞു തരും. അപ്പോൾ എല്ലാം നമ്മൾ കൃത്യമായിട്ട് അറിയുന്നുണ്ട്. ഈ അപകടങ്ങളും അങ്ങനെയുള്ള ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ടോ? കൃത്യം അറിയാൻ പറ്റുന്നുണ്ട്. ചുമ്മാ പറയാം. അത് എൻ്റെ കഴിവല്ല, ഞാനൊന്നുമല്ല, ദൈവം എനിക്ക് നൽകുന്ന സൂചനകളിലൂടെ നമ്മൾ അറിയുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ ഉദാഹരണം ചോദിക്കും, ഇപ്പം ഈ വയനാട് നടന്ന സംഭവം, അങ്ങനെ ഭൂമിയിലുള്ള അനർത്ഥങ്ങൾ ഞാൻ അറിഞ്ഞില്ല. അതെന്ത് പറ്റിയെന്ന്? പക്ഷേ കേരളത്തിന് ദോഷമാണ്, ഇനിയും വരും കാലങ്ങളിലും ദോഷമാണ്. അതെല്ലേ? ഇത് വയനാട് നടക്കുന്ന സംഭവം വേണമെങ്കിൽ എനിക്ക് ഞാൻ അറിഞ്ഞു എന്നൊക്കെ പറയാം, ഞാൻ കള്ളം പറയില്ല. ആ സംഭവം എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് നടന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കഴിവ് ശരീരത്തിലേക്ക് ഏത് ശക്തിയാണ് വരുന്നത്? എപ്പോഴും ശക്തി ഉണ്ടോ നമ്മുടെ ദേഹത്ത്? എൻ്റെ ശരീരത്തിൽ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു നിമിഷം പോലും എൻ്റെ ശരീരം വിട്ട് ആ ശക്തി മാറിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇരുന്നോട്ടെ. അപ്പം ഞാൻ ഇനിയിപ്പോൾ അമ്മയുടെ കാര്യങ്ങളെല്ലാം ഒന്ന് ശരിക്ക് കേൾക്കാൻ പോവാ. അപ്പം അമ്മയുടെ ദേഹത്ത് എപ്പോഴും ശക്തി ഉണ്ടല്ലേ? അപ്പം എന്ത് ശക്തിയാണ് ഇരിക്കുന്നത് അറിയാൻ പറ്റുമോ? ഭദ്രകാളി, ശിവഭഗവാൻ. ഒരുപാട് ദൈവമുണ്ടോ? ദൈവം 33 ദേവന്മാർ. എന്റെ ദേഹത്താണോന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ സൂചനകൾ എല്ലാം തരുന്നത് അവരാണ്, എന്റെ കഴിവല്ല. ഇവിടെ പാമ്പ് വല്ലതും വരുമോ? ഇവിടെ പാമ്പ് ശരിക്കും പറഞ്ഞാൽ രാത്രിയിലൊക്കെ അല്ലെ ഇപ്പോഴും കാണത്തില്ല, ഇവിടെ മുട്ടയിട്ടിരിക്കുമല്ലേ? പ്രധാനപ്പെട്ട നമ്മുടെ കാവിൽ വിശേഷിച്ച ഉത്സവങ്ങൾ, പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്കെല്ലാം പ്രത്യക്ഷത്തിൽ നാഗര് വരുന്നുണ്ട്. വന്നിട്ട് അത് ആരെയും ഉപദ്രവിക്കില്ല, അല്പ കഴിയുമ്പോൾ അതങ്ങ് മാറും. ഇവിടെ ശരിക്കും പറഞ്ഞ ഈ സ്ഥലത്തൊക്കെ വന്നിരിക്കും പേടിയൊന്നുമില്ല, എങ്ങനെ ഇരിക്കും അല്ലേ? ഭയമില്ല.
ഇപ്പോൾ ഒരു ദിവസം ഫുള്ള് ഇരുന്നാലും പേടിയൊന്നുമില്ല? എനിക്ക് ഇവിടെ നിന്ന് മാറി പോകാൻ താല്പര്യമില്ല. ഇവിടെ ഒരു റൂമൊക്കെ വെച്ച് കെട്ടി ഇവിടുത്തെ പൂജകളിൽ മാത്രം മുഴുകി ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹമാണ്. ആ സാധാരണ വലിയ വലിയ ആൾക്കാരോട്ട് ആശ്രമമോ അങ്ങനെയൊന്നും വേണ്ട. ആശ്രമം കിട്ടണമെന്ന് എനിക്ക് വളരെയധികം മുൻപ് ഞാൻ ഇവിടെ തുടങ്ങിയിട്ട് 25 വർഷമായി. അപ്പോൾ എനിക്ക് ആദ്യ കാലങ്ങളിലൊക്കെ ആശ്രമം കിട്ടണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ തേടി വരുന്ന ചിലർ പറഞ്ഞിട്ടുണ്ട്, മാതാജി വിചാരിക്കുന്നത് പോലെ അല്ല ആശ്രമങ്ങൾ, മാതാജിയുടെ ജീവിതമല്ല, അവിടെ പലതും നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ എന്ന് വിചാരിച്ചു. പിന്നീട് ഞാൻ ആശ്രമങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ ശരിയാണ്. അപ്പം അതുകൊണ്ട് ഇനി ഞാൻ ഒരിക്കലും ആശ്രമം വേണ്ട. ആശ്രമം ഉള്ളവർ കിടന്ന് വെള്ളം കുടിക്കുക, നമുക്കിത് മതി. കാടും ആ ഒരു പിന്നെ പാറയെടുക്കുക, അതൊക്കെ മതി. ആ സ്വസ്ഥതയുണ്ടല്ലോ അല്ലേ? അപ്പം ശരിക്കും പറഞ്ഞാലേ, അപ്പം അമ്മ പറഞ്ഞ നേരത്തെ ഒരു കാര്യം എൻ്റെ മനസ്സിലൂടെ കയറി, ഭൂമിയിൽ അനർത്ഥങ്ങൾ സംഭവിക്കാൻ പോവാണെന്ന്. അത് മുല്ലപ്പെരിയാറിന്റെ കാര്യമാണോ ഉദ്ദേശിച്ചത്? അല്ല അല്ല, വേറെന്തോ ഉള്ളത്? പല വിധത്തിലും കേരളത്തിൽ അനർത്ഥങ്ങളുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും പേടിച്ചിരിക്കുന്നത് മുല്ലപ്പെരിയാറാ. കേരളം അവസാനം മണ്ണില്ലാത്തൊരവസ്ഥയിലെത്തുമെന്നാണ് നമ്മുടെ തോന്നൽ. എന്ന് പറഞ്ഞാൽ വീടുകളൊന്നുമില്ല, തരിശു ഭൂമിയായിട്ട് കിടക്കും. തരിശു ഭൂമിയും ആകില്ല, ചിലപ്പോൾ ഈ ഭൂമിയെല്ലാം കടലായിട്ട് മാറാനൊരു കേരളം. അത് ഭയങ്കര ഒരു പ്രവചനമുണ്ടല്ലോ അമ്മ നടത്തിയേക്കുന്നത്. കേരളം മുഴുവൻ കടലെടുത്തുകൊണ്ട് പോകുന്ന പറയുന്നത് അല്ലേ? അങ്ങനെയാണ് തോന്നുന്നത് ഇപ്പോൾ. അത് ഇന്നും നാളെയൊന്നും അല്ല, വർഷങ്ങൾ കൊണ്ട് ക്രമേണ കടലായി മാറും. ഈ മുല്ലപ്പെരിയാർ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അറിയുന്നുണ്ടല്ലോ, അണക്കെട്ട് പൊട്ടും, ഇപ്പം പൊട്ടും, പിന്നെ പൊട്ടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനെന്തെങ്കിലും സംഭവിക്കുമോ? ഈ പ്രേക്ഷകർ ഇങ്ങനെ എന്തെങ്കിലും അമ്മ ധ്യാനത്തിലേക്ക് പോയി, അമ്മയുടെ ശരീരത്തിലേക്ക് ഏതോ ദൈവത്തെ ആവാഹിച്ച് കയറ്റാൻ പോവുകയാണ്. അത് ശിവനാണോ? അമ്മ ഒന്ന് വെട്ടി. മുല്ലപ്പെരിയാറിനെ കുറിച്ച് നമുക്ക് ഒരു അഭിപ്രായവും ഇല്ല. കാരണം ഒരു വിഭാഗം പറയുന്നു പൊട്ടുമെന്ന്, ഒരു വിഭാഗം പറയുന്നു പൊട്ടില്ല എന്ന്. അപ്പം ഇതിൽ ഏത് അഭിപ്രായം നമ്മൾ പറഞ്ഞാലും രണ്ടും ആൾക്കാർ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമ്മളത് അമ്മയ്ക്കൊരു അഭിപ്രായം ഇല്ലേ അമ്മേ? അല്ല, ഒന്നീ പൊട്ടത്തിലെന്ന് പറയാം, നമ്മൾ സമാധാനം കിടന്ന് ഉറങ്ങട്ടെ, അല്ല പൊട്ടു എന്ന് പറയാം, നമുക്ക് കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് കാണുന്നില്ല, വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് മാത്രമേ കാണുന്നുള്ളൂ, പൊട്ടിപ്പോകുന്നതായിട്ട് കാണുന്നില്ല. വെള്ളം നിറഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നു. അതെ അതെ, കേരളം മുഴുവൻ. അപ്പൊ എനിക്ക് കേരളം മുഴുവനല്ല, മുല്ലപ്പെരിയാർ അത് എത്ര കാണുന്നുള്ളൂ. അത് ആ പ്രവചനത്തിൽ വരുന്നില്ല. അപ്പൊ എന്തെങ്കിലും അനർത്ഥങ്ങൾ സംഭവിക്കുന്ന ഒരു തോന്നലുണ്ട്. കേരളത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ കടൽ ക്രമേണ കൊണ്ട് തിളച്ച് മറിയുന്ന ഒരു പ്രതിഭാസം നമുക്ക് കാണാൻ പറ്റും. ചൂട് കാരണം കടല് തിളച്ച് മറിയുന്ന ഒരു പ്രതിഭാസം എല്ലാവർക്കും നഗ്നമായ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. അപ്പൊ കേരളത്തിന്റെ കാര്യം ഗോവിന്ദ. അപ്പൊ അടുത്തിന് തമിഴ്നാടോ ആന്ധ്രയോ കർണാടകയോ നമ്മൾ പോയി പിടിച്ചേ പറ്റത്തുള്ളൂ. ഒന്ന് എഴുന്നേറ്റല്ല, അവിടെ നിന്ന് പുകയുന്ന എഴുന്നേറ്റ്. ഇനി നമുക്കൊന്ന് ഒന്ന് എഴുന്നേക്കാം, എൻ്റെ നടുവ് പൊടിഞ്ഞ്. നമുക്കൊന്ന് എഴുന്നേക്കാം, അമ്മയുടെ ആ സ്ഥലങ്ങളൊന്ന് കാണണ്ടേ പ്രേക്ഷകർക്ക് വേണ്ടി. വാ, നമുക്കിനി അമ്മ ഇരിക്കുന്നത്, അമ്മയുടെ ഒരു ദിവസം ചിലവാക്കുന്നത് പിടിക്കണം. അമ്മയ്ക്ക് തീരെ വയ്യാൻ തോന്നില്ല, ഈ തൊടാൻ പാടില്ല അല്ലേ? വാ, ഇതാണ് നമുക്ക് അപ്പുറത്ത്. അമ്മ ഇതെന്ത് സാമ്പ്രാണി തിരിയൊക്കെ എത്തിച്ച് വെച്ചേക്കുന്നത്? അത് ഒരുപാട് ഇത് ഒരു പാറയിടുക്കിലൊക്കെ ഒരുപാട് ഇഴജന്തുക്കൾ കാണത്തില്ലേ? അതൊക്കെ ഈ വെറും കാലോടെ ചെരുപ്പൊന്നുമില്ല പോയിട്ട് കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമില്ല. നമുക്ക് അങ്ങോട്ട് പോകണ്ടമ്മ, എന്ത് പെരിക്കും പക്ഷെ വൃത്തിയില്ലാതെ കിടക്കുന്ന. അത് കുഴപ്പമില്ല, അല്ല. അപ്പൊ നമ്മൾ ഹൈറ്റിലേക്ക് എത്തിയല്ലേ? അതിന്റെ ഈ ശില സൗഭാഗ്യ ദേവത പള്ളി കൊണ്ടിരിക്കുന്ന ശിലയാണ്. പൂയം നക്ഷത്രമാണ് സൗഭാഗ്യ ദേവതയുടെ നക്ഷത്രം. പൂയം നക്ഷത്രത്തിൻ്റെ അന്ന് ഇവിടെ സൗഭാഗ്യ ദേവതയ്ക്ക് പൂജകൾ ചെയ്ത് തൃപ്തിപ്പെടുത്തിയാൽ മാത്രമേ പിറ്റേ ദിവസം ആയില്യത്തിന് അവിടെ പൂജ ചെയ്യാൻ ഇരിക്കില്ല. ഇല്ല, ഞാനും ഇരിക്കില്ല, പൂജ ചെയ്യാൻ വേണ്ടി മാത്രമേ ഇവിടെ വരുള്ളൂ. അപ്പൊ എന്തായാലും കാര്യം ചെയ്യാം, പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ അവസാനിപ്പിക്കാൻ പോവാ. അമ്മ ഇവിടെ തന്നെ ഉണ്ട്. ഏത് ദുഃഖമായാലും രോഗമായാലും പ്രശ്നത്തിനെല്ലാം പരിഹാരം തേടി ആര്യ അംബിക ഭാസ്കരൻ ഇവിടെ ഉണ്ട് അല്ലേ? ഒന്ന് പറഞ്ഞു കൊടുക്ക്. രോഗങ്ങളുള്ളവർക്ക് ധൈര്യമായിട്ട് വരാം. അപ്പൊ എനിക്ക് ഇത്രേ ഉള്ളൂ പറയാം. അപ്പൊ നിങ്ങളുടെ എന്തു പ്രശ്നം ഉണ്ടെങ്കിലും രോഗത്തിന് ഞാൻ പൂർണ്ണമായിട്ട് ഉറപ്പ് തരുന്നു. ഏത് രോഗം ഉണ്ടെങ്കിൽ നമുക്കിപ്പം സത്യം പറഞ്ഞാൽ മനുഷ്യനെ മാറ്റി നിർത്താനാണ് താല്പര്യം. മനുഷ്യനെ അടുപ്പിക്കാൻ പാടില്ല, ദുഷ്ടരാണ്. അപ്പൊ ഏത് രോഗമാണെങ്കിലും മാറ്റാൻ താല്പര്യമുണ്ട്. പക്ഷെ നമ്മുടെ ആഗ്രഹത്തിൽ ഒരാളുണ്ട്, അദ്ദേഹം അറിഞ്ഞിട്ടൊന്നുമില്ല, നമ്മൾ ഈ പറയുന്ന നമ്മളെ കണ്ടിട്ടുമില്ല.
ഫഹദ് ഫാസിലിന് എന്തോ രോഗം ഉണ്ടെന്ന് യൂട്യൂബിൽ കൂടിയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് സത്യമാണെങ്കിൽ അദ്ദേഹത്തിനെ ഒന്ന് സുഖമാക്കി കൊടുക്കണമെന്നുണ്ട്. അല്ലാതെ മനുഷ്യരാരെയും വിശ്വാസമില്ല. അമ്മയ്ക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ ഫഹദ് ഫാസിലിന്റെ അസുഖങ്ങൾ എത്രയും പെട്ടെന്ന് മാറണം. ഫഹദ് ഫാസിൽ എന്തോ ആയിരിക്കും അസുഖം? എന്തോ നമുക്കറിയില്ല, യൂട്യൂബിൽ കൂടിയൊക്കെ കാണുന്നുണ്ടല്ലോ. എന്തോ കുട്ടിക്കാലം മുതലേ എന്തോ അസുഖമുണ്ട്, അതിപ്പോഴാണ് കണ്ടുപിടിച്ചതെന്നൊക്കെ പറഞ്ഞാൽ അത് സത്യമാണോന്നും നമുക്കറിയില്ല. അപ്പൊ അങ്ങനെ ഫഹദ് ഫാസില് അസുഖം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആര്യ അംബിക എടുത്ത് വന്ന് അത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. മാറ്റി കൊടുക്കാം. അത് ഭയങ്കര സംബന്ധം. അടുത്ത് വരട്ടെ, അമ്മയുടെ അടുത്ത് വരട്ടെ. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ആഗ്രഹമാണ് ഫഹദ് ഫാസിലിന്റെ അസുഖങ്ങൾ മാറ്റി കൊടുക്കും. അദ്ദേഹത്തിന് അസുഖം ഉണ്ടോന്ന് നമുക്കറിയില്ല. അദ്ദേഹത്തിന് അസുഖം ഉണ്ട് എന്നുള്ളത് സത്യമാണെങ്കിൽ ധൈര്യമായിട്ട് വരിക. മാറ്റി കൊടുക്കാമെന്ന് നമ്മൾ ഉറപ്പ് പറയുന്നില്ല, അദ്ദേഹമാണ് അത് പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഫഹദ് ഫാസിൽ ഇവിടെ വന്ന് അദ്ദേഹത്തിന് അസുഖം മാറിയോ ഇല്ലയോ എന്ന് അദ്ദേഹമാണ് പറയുന്നത്, അല്ല നമ്മളല്ലല്ലോ. ഇത് വെല്ലുവിളിയായിട്ട് എടുക്കും. ഫഹദ് ഫാസില് തന്റെ അസുഖം അമ്മ മാറ്റി തരും, യാതൊരു അപ്പീലും ഇല്ല. അപ്പൊ ഇത് നമ്മുടെ പിണറായി സഖാവിന് അസുഖമുണ്ട്, അറിയാമല്ലോ. കെ സുധാകരൻ അസുഖമുണ്ട്. അപ്പൊ അങ്ങനെ മന്ത്രിമാരുടെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അമ്മ ഒന്ന് കണ്ട മാറ്റി കൊടുക്കുമോ? ഇവിടെ വന്നാൽ മാറ്റാം. പക്ഷേ അത് നമ്മളെല്ലാം മാറിയെന്ന് പറയേണ്ടത് അനുഭവത്തിൽ കൂടി അവരാണ് പറയേണ്ടത്. അവർക്ക് അസുഖം മാറിയോ ഇല്ലയോ എന്നുള്ളത് അവരാണ് പറയേണ്ടത്. നമ്മൾ പറയുമ്പോൾ അത് എന്തോ പൊങ്ങച്ചായി പോയില്ലേ. അപ്പൊ അങ്ങനെയുള്ള നാണക്കേടും മാനക്കേടും ഒന്നും ഇല്ലാത്തൊരു ധൈര്യത്തെ വരാം അല്ലേ? അയ്യോ ഇനി അവിടെ പോയി കഴിഞ്ഞാൽ നാണക്കേട് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അസുഖം മാറത്തില്ല. അല്ല, നമ്മൾ ഇത്രയും ധൈര്യത്തോട് പറയാനും കാരണം നമുക്ക് അത്രയും ഒരു കഴിവ്, നമ്മുടെ കഴിവല്ല, നമ്മുടെ പൂർവികരുടെ കഴിവ്, ഈ കാവിലെ ദൈവങ്ങളുടെ കഴിവ്. ഒറ്റൊരു കാര്യമാണ്, നമ്മുടെ മോഹൻലാൽ സിനിമ മെഗാ സ്റ്റാർ അറിയാമല്ലോ, പുള്ളി ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വേഷം മുഴുവൻ മാറി. ഇപ്പോൾ വേറൊരു മുഖമാണ്, താടി വെക്കാതെ പുള്ളിക്ക് അഭിനയിക്കാൻ ഒക്കത്തില്ല. ആ ഒരു രൂപം മാറ്റി കൊടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അസുഖം രോഗമാണെങ്കിൽ അതാ രോഗം. പുള്ളിക്ക് താടി എടുത്തു കഴിഞ്ഞാൽ അസുഖം ഇവിടെ എല്ലാം വളർച്ച പോലെ വരും, അത് മാറ്റി കൊടുക്കാൻ പറ്റുമോ? മാറ്റും. അദ്ദേഹത്തിന് അങ്ങനെ ഉണ്ട് എങ്കിൽ രോഗമാണെങ്കിൽ മാറ്റാം, അല്ലാതെ നമുക്ക് ഒരാളുടെ രൂപമൊന്നും മാറ്റാൻ പറ്റില്ല. താടി എടുത്ത് അലർജി ആയിട്ടൊക്കെ വരും എന്നൊക്കെയാണ് പറയുന്നത്. എന്നാ വന്നോട്ടെ, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഭസ്മം ജപിച്ച് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് അത് മാറിയെങ്കിൽ അദ്ദേഹം അത് തുറന്നു പറയണം. മോഹൻലാലായാലും ആരാ, മാറിയില്ലെങ്കിൽ അതും തുറന്നു പറയാം. എനിക്ക് ഇന്ന സ്ഥലത്ത് പോയിട്ട് അത് മാറ്റം ഇല്ല എന്നുള്ളതും തുറന്നു പറയാം. മാറ്റം ഉണ്ടെങ്കിൽ സത്യം പറയണം. അപ്പോൾ ലാലേട്ടാ, ഏറ്റവും നല്ലൊരു ഗോൾഡൻ ചാൻസ് ആണ്. താങ്കൾക്ക് താടി വെക്കാൻ സുഖമായിട്ട് പഴയ ചിത്രം, കിലുക്കം, ഇന്ന് താളവട്ട ഉള്ള മോഹൻലാലുണ്ടല്ലോ, ആ മോഹൻലാലിനെ കാണണം ഞങ്ങൾക്ക്. പഴയ ലാലേട്ടൻ തിരിച്ചു വരും. അദ്ദേഹത്തിന് മുഖത്തിന് ചൊറിച്ചിലുണ്ടെങ്കിൽ അദ്ദേഹം താടി വെക്കുകയോ വെക്കാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷെ ആ രോഗം മാറുന്നത് നല്ലതല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനി നമ്മുടെ ആകാംക്ഷ എന്ന് പറഞ്ഞാൽ ഈ അമ്മയുടെ ശരീരത്തിലേക്ക് ദൈവിക ഭാവം കടന്നു വരുന്ന നിമിഷമാണ്. കാരണം ഈ പാർമൂളിൽ എത്തിക്കഴിഞ്ഞാൽ അമ്മയുടെ ദേഹത്തേക്ക് ആ ദൈവം കുടികൊള്ളും. അതല്ലെങ്കിൽ തന്നെ 24 മണിക്കൂർ ഉണ്ട് അല്ലേ. ഇതിൻ്റെ പുറത്തിരിക്കുമ്പോൾ പ്രത്യേകിച്ചൊരു ദൈവിക ഭാവം വരും. അപ്പോൾ ഒന്ന് കണ്ണടച്ച് ഒന്ന് ദൈവം വരുവാണെങ്കിൽ ഒന്ന് കാണാമായിരുന്നു. അതിനുള്ള ഒരു അവകാശം, ഒരു സാവകാശം ഉണ്ടാക്കുമോ? അപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടേ കാണാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭാഗ്യമാണ് കുട്ടികളെ, ഭാഗ്യം. അപ്പം ധ്യാനത്തിലേക്ക് മുഴുകിക്കഴിഞ്ഞ് ഭദ്രകാളി ആയിരിക്കും വരുന്നത്. വരുവാണെങ്കിൽ ഭദ്രകാളി വരത്തുള്ളൂ, സാധാരണ സംഭവം വരുമെന്ന് തോന്നുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സംഭവമാണ് വരാൻ പോകുന്നത്. ജസ്റ്റ് വന്നു ഒറ്റ മിനിറ്റ് പോലും നിൽക്കത്തില്ലല്ലോ. അത് ചടവെന്ന് പറയാൻ ഓടുവന്നോ? അല്ല, എൻ്റെ ശരീരത്തിൽ അത് ചിലപ്പോൾ ആരും വിശ്വസിക്കണമെന്നില്ല, എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ്. എൻ്റെ കുട്ടിക്കാലം മുതൽ അന്ന് ദേവിയാണ് എന്താണെന്നൊന്നും അറിയില്ല, എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്നറിയാം, എന്തോ ഒരു അദൃശ്യ ശക്തി എന്നിലുണ്ടെന്നറിയാം, അതെന്താണെന്നൊന്നും അറിയില്ല കുട്ടിക്കാലത്ത്. ആര്യ അംബിക ഭാസ്കർ എന്ന് പറയുന്ന ഈ അമ്മയുടെ വിശ്വാസം അങ്ങനെയാണ്. ആര് വന്നാൽ അസുഖം മാറ്റുമെന്ന് ഉറപ്പിച്ച് പറയുകയാണ്. പ്രത്യേകിച്ച് ഫഹദ് ഫാസിൽ ഒത്തിരി ഇഷ്ടമാണ്. തീർച്ചയായിട്ടും വരിക ഫഹദ് ഫാസിലെ, താങ്കളുടെ അസുഖത്തിന് എന്നേക്കുമായിട്ടൊരു മോചനം വേണോ, സമീപിക്കുക ആര്യ അംബിക ഭാസ്കർ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു കിടിലൻ എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും ഒരു ടാറ്റ കൊടുത്തു. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇതൊക്കെ ഇറങ്ങിയാണ്. ഫഹദ് ഫാസിലിന് യഥാർത്ഥത്തിൽ രോഗം ഉണ്ടോന്ന് നമുക്കറിയില്ല, യൂട്യൂബിൽ കൂടിയൊക്കെ കണ്ടതാണ് നമ്മൾ. ഉണ്ടെങ്കിൽ അദ്ദേഹം ധൈര്യമായിട്ട് വരട്ടെ, നമ്മളത് മാറ്റി കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങുകയാണ്. ഫഹദ് ഫാസിലെ, ഞാൻ താങ്കളെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പാറമടയിൽ നിന്നും വിട ചൊല്ലുന്നു. ബൈ.